ചൈനയുടെ ചതിയിൽ പിറന്ന കോവിഡ് മഹാമാരി ലോകത്തെ നിശ്ചലമാക്കി കടന്നുപോയിട്ട് അധികകാലമായിട്ടില്ല. അതിൻ്റെ ആഘാതത്തിൽ നിന്ന് കരകയറാൻ ലോകരാഷ്ട്രങ്ങൾ ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. മരണത്തിന് കീഴടങ്ങിയവർ നിരവധി, ഇപ്പോഴും മരിച്ചു ജീവിക്കുന്നവരും അനേകം. അങ്ങനെ ലോകം ഭീതിയിൽ നിൽക്കുമ്പോഴാണ് ആശങ്ക ഉയർത്തി പുതിയ ഭീകരൻ കൂടി പുറത്തു വരുന്നത്. മാംസം ഭക്ഷിക്കുന്ന ബാക്ടീരിയ മൂലമുണ്ടാകുന്ന രോഗം ജപ്പാനിൽ പടരുന്നതായാണ് റിപ്പോർട്ട്. രോഗം ബാധിച്ചാൽ 48 മണിക്കൂറിനുള്ളിൽ മരണം സംഭവിക്കുന്നതാണ് ഈ മാരക രോഗമത്രേ. സ്ട്രെപ്റ്റോകോക്കൽ ടോക്സിക് ഷോക്ക് സിൻഡ്രോം എന്നാണ് രോഗത്തിൻ്റെ പേര്. ബ്ലൂംബർഗാണ് ഈ ഞെട്ടിക്കുന്ന വിവരം പുറത്തുവിട്ടിരിക്കുന്നത്. ജൂൺ 2 ഈ വർഷം ജപ്പാനിൽ രോഗം ബാധിച്ചവരുടെ എണ്ണം 977 ഉയർന്നെന്നും റിപ്പോർട്ടുകളുണ്ട്. കഴിഞ്ഞ വർഷം ആകെ 941 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തതെങ്കിൽ ഈ വർഷം 6 മാസം പിന്നിട്ടപ്പോഴേക്കും രോഗബാധിതരുടെ എണ്ണം കൂടിയെന്നാണ് രോഗത്തിൻ്റെ സ്ഥിതിവിവര കണക്കുകൾ ട്രാക്ക് ചെയ്യുന്ന നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫെക്ഷ്യസ് ഡിസീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഗ്രൂപ്പ് എ സ്ട്രെപ്റ്റോകോക്കസ് കുട്ടികളിൽ സാധാരണയായി തൊണ്ടവേദനയും വീക്കവും ഉണ്ടാക്കുന്നു. എന്നാൽ ചിലതരം ബാക്ടീരിയകൾ കൈകാലുകളിൽ വേദനയും വീക്കവും പനിയും രക്തസമ്മർദ്ദം താഴുന്നതുൾപ്പെടെ രോഗലക്ഷണവുമായി അതിവേഗം മാരകമാകുന്നു. ഇവ നെക്രോസിസ്, ശ്വസനപ്രശ്നങ്ങൾ, അവയവങ്ങൾ പ്രവർത്തനരഹിതമാക്കൽ എന്നിവയിലേക്കും തുടർന്ന് മരണത്തിലേക്കും നയിക്കുന്നു. 50 വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് രോഗം വരാനുള്ള സാധ്യത കൂടുതലാണെന്നും പറയുന്നു. രോഗം പിടിപെട്ട് ഭൂരിഭാഗം മരണവും 48 മണിക്കൂറിനുള്ളിൽ സംഭവിക്കുമെന്ന് ടോക്കിയോ വിമൻസ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലെ സാംക്രമിക രോഗവിദഗ്ധനായ കെൻ കിക്കുച്ചി ചൂണ്ടിക്കാണിക്കുന്നു. രാവിലെ കാലിൽ വീക്കം കണ്ടാൽ ഉച്ചയോടെ കാൽമുട്ടിലേക്ക് വ്യാപിക്കുകയും 48 മണിക്കൂറിനുള്ളിൽ മരിക്കുകയും ചെയ്യുമെന്നും അദ്ദേഹം പറയുന്നു. നിലവിലെ അണുബാധകൾ അനുസരിച്ച് ജപ്പാനിലെ കേസുകളുടെ എണ്ണം ഈ വർഷം 2500 ആകുമെന്നും ഭീതിപ്പെടുത്തുന്ന രീതിയിൽ മരണനിരക്ക് 30% ആയിരിക്കുമെന്നും കെൻ പറയുന്നു. കൈകളുടെ ശുചിത്വം പാലിക്കണമെന്നും മുറിവുകളുണ്ടെങ്കിൽ കാലതാമസം കൂടാതെ ചികിത്സ ഉറപ്പാക്കണമെന്നും കെൻ നിർദ്ദേശിക്കുന്നു. എന്തായാലും രോഗം കൂടുതൽ പടരാതിരിക്കാനുള്ള മുൻകരുതലുമായി മുന്നോട്ട് പോവുകയാണ് ജപ്പാൻ. വരും ദിവസങ്ങളിൽ രോഗത്തെ പിടിച്ചുകെട്ടാനുള്ള എന്തെങ്കിലും പരിഹാരവുമായി ആരോഗ്യ വിദഗ്ധർ എത്തുമെന്ന പ്രത്യാശയിലാണ് ആളുകൾ. എന്നാൽ ഇത് ഇന്ത്യയോ ചൈനയോ പോലുള്ള ജനസംഖ്യ കൂടുതലുള്ള രാജ്യങ്ങളിലേക്ക് പടർന്നാൽ പിടിച്ചുകെട്ടാൽ അസാധ്യമായിരിക്കുമെന്നും ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്.